പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. ഈ ഒരു അപ്പച്ചൻ്റെ വീഡിയോ. അദ്ദേഹം കൊല്ലം ജില്ലാ ആശുപത്രിയിൽ ആരോരും തുണയില്ലാതെ ഒറ്റയ്ക്ക് കുറേ നാളുകളായിട്ട് കിടക്കുകയായിരുന്നു. അദ്ദേഹം എൻ്റെ വീഡിയോയ്ക്ക് മുമ്പിൽ പറഞ്ഞിരുന്നു അദ്ദേഹത്തിന് ഭാര്യയും മക്കളും ഒക്കെ ഉണ്ട്, ചിലപ്പോൾ ഇത് കാണുമ്പോൾ അവർ ആരെങ്കിലും വരുമെന്ന പ്രതീക്ഷയായിരുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസം അദ്ദേഹം മരണത്തിന് കീഴടങ്ങി. തൻ്റെ ഉറ്റവരാരെങ്കിലും ഒരു നേരമെങ്കിലും തന്നെ കാണാൻ വരുമെന്ന പ്രതീക്ഷയോടെയാണ് അദ്ദേഹം വന്ന് സംസാരിച്ചത്. പക്ഷേ വിധി മറ്റൊന്നായിരുന്നു. ഏതായാലും ഇദ്ദേഹത്തിൻ്റെ മക്കളോ ഭാര്യയോ ബന്ധുക്കളോ ആരെങ്കിലും കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ചിന്തിക്കുക. പ്രായം ഏറി വരുന്നത് ഒരാൾക്ക് മാത്രമല്ല, നിങ്ങൾക്കും അത് വരുമ്പോൾ നിങ്ങൾക്കും ഈ ഒരു അവസ്ഥ വരാതിരിക്കട്ടെ. നിങ്ങളെയൊക്കെ ഒരു നോക്ക് കാണാൻ വേണ്ടി അദ്ദേഹം ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. അവസാന നിമിഷത്തിൽ പോലും നിങ്ങളിലേക്ക് ദുർവാശിയൊക്കെ കൊണ്ടാകാം നിങ്ങളാരും എത്തിയില്ല. ഇദ്ദേഹത്തിൻ്റെ മൃതശരീരം ഇപ്പോഴും കൊല്ലം ജില്ലാ ആശുപത്രിയിലെ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇത് കണ്ടില്ലേ നിങ്ങൾ? ചിലപ്പോൾ കുടുംബമായിട്ടൊക്കെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കാം. പക്ഷേ വാർദ്ധക്യത്തിൽ ആരെങ്കിലുമൊക്കെ സഹായം ആവശ്യമായി വരുമ്പോൾ അദ്ദേഹത്തിൻ്റെയൊക്കെ അവസാനത്തെ ഒരാഗ്രഹം ആയിരുന്നു അദ്ദേഹത്തിൻ്റെ വന്നൊന്ന് അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ടവരാരെങ്കിലും എത്തിച്ചേരുമെന്നുള്ള ഒരു പ്രതീക്ഷയൊക്കെ അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതൊക്കെ അവിടെ അസ്തമിച്ചു. ഏതായാലും ഈ വീഡിയോ കാണുന്നവർ വീഡിയോ പരമാവധി ഒന്ന് ഷെയർ ചെയ്യണം. അദ്ദേഹത്തിൻ്റെ മരണവാർത്തയെങ്കിലും ആ ബന്ധുക്കളൊന്ന് അറിയട്ടെ. അങ്ങനെയെങ്കിലും വന്ന മൃതശരീരം ഏറ്റുവാങ്ങാൻ കഴിയുമെങ്കിൽ വാങ്ങുക. പേരെന്തുവാ? ഭാര്യയുടെ പേരെന്തുവാ? തങ്കമണി. മക്കളുടെ പേരാ? മിനി. അപ്പൻ്റെ പേര് വർഗീസ്. പിന്നെ വീട്ടുപേരാ? കുന്നത്തുവിള ചരുവിള പുത്തമ്പീട്. ഞങ്ങള് ഓടനാവട്ടം പഞ്ചായത്താണ്. ഓടനാവട്ടം പള്ളിക്കാരാണോ? ഓടനാവട്ടം പള്ളിയിലുള്ള അല്ലേ ഇടവകക്കാരാ?